ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ അമ്മയുടെ സഹോദരൻ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തി. പോലീസ് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് കുട്ടിയുടെ അമ്മാവൻ്റെ കുറ്റസമ്മതം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം അമ്മയുടെ കുടുംബ വീടിനോട് ചേർന്ന് സംസ്കരിച്ചു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് മകളെ കാണാനില്ലെന്ന കാര്യം മാതാപിതാക്കൾ ബാലരാമപുരം പോലീസിനെ അറിയിച്ചത്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി വീടും പരിസരവും പരിശോധിച്ചു. വീടിനോട് ചേർന്ന കിണർ മറച്ചിരിക്കുന്ന നെറ്റ് ഒരു ഭാഗത്ത് നീങ്ങിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് അഗ്നിശമന സേനയെ വിളിച്ചു വരുത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് കുഞ്ഞിൻ്റെ അച്ഛൻ, അമ്മ, അമ്മുമ്മ, അമ്മാവൻ എന്നിവരെ ചോദ്യം ചെയ്യാനായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെ 3 മണിക്ക് ശേഷം അമ്മാവൻ ഹരികുമാർ കിടന്ന മുറിയിൽ തീപിടുത്തം ഉണ്ടായതായി ഇവർ പോലീസിനോട് പറഞ്ഞു. തനിക്കൊപ്പം കിടന്ന കുഞ്ഞിനെ പുലർച്ചെ 5 മണിയോടെ അച്ഛനൊപ്പം കിടത്തിയിരുന്നുവെന്നാണ് അമ്മ നാട്ടുകാരോട് പറഞ്ഞത്. കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയ കിണറിന് കുരുക്കിട്ട 3 കയറുകളും കണ്ടെത്തിയിട്ടുണ്ട്. കുഞ്ഞിൻ്റെ അമ്മ ശ്രുതുവും അച്ഛൻ ശ്രീജിത്തും വലിയ അടുപ്പത്തിലായിരുന്നില്ല. ശ്രുതുവും 2 മക്കളും അമ്മയും സഹോദരനുമാണ് വാടക വീട്ടിൽ താമസിക്കുന്നത്. 2 ആഴ്ച മുമ്പ് മരിച്ച ശ്രുതുവിൻ്റെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനാണ് കുഞ്ഞിൻ്റെ അച്ഛൻ ശ്രീജിത്ത് വീട്ടിലെത്തിയത്. ശ്രുതുവിനും കുടുംബത്തിനും കടുത്ത സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതായി വിവരമുണ്ട്. പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കുഞ്ഞിനെ അപായപ്പെടുത്താനുള്ള സാധ്യത ഇല്ലെന്നും അസ്വാഭാവികമായ ഒന്നും പുലർച്ചയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അയൽക്കാരും പറഞ്ഞു.